Hello dear learners, welcome back to Summary Spot. If you are new to this channel, welcome to Summary Spot. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ എപ്പിസോഡ് 517 ആണ്. അപ്പം ദ ഡയറി സീരീസ് ഓഫ് എ ട്രാവലർ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിൻ്റെ സഫാരി TV എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസാണ് ഈ ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ. അപ്പോൾ കുറേ എപ്പിസോഡ്സ് ഉണ്ട്. അതിൽ എപ്പിസോഡ് 517 മാത്രമാണ് നമുക്ക് സിലബസിലുള്ളത്. ഓക്കെ, അപ്പോൾ ഹൂ ഇസ് സന്തോഷ് ജോർജ് കുളങ്ങര? അറിയാത്തവരാരെങ്കിലും ഉണ്ടാവോ? വളരെ ചുരുക്കം ആൾക്കാരുണ്ടെങ്കിലായി. ഹി വാസ് ബോൺ ഇൻ 1971 at Kottayam district, Kerala. He is an Indian traveler, television producer, director, broadcaster, editor, publisher. Okay. സഫാരി TVയുടെ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമാണ് സന്തോഷ് ജോർജ് കുളങ്ങര. മലയാളം ലാംഗ്വേജിലെ ഫസ്റ്റ് ട്രാവൽ ഡോക്യുമെൻ്ററിയാണ് സഞ്ചാരം. അത് ഡോക്യുമെൻ്റ് ചെയ്ത ആൾ സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. ഒരുപാട് കൺട്രീസ് വിസിറ്റ് ചെയ്ത. അപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര ഒരു ട്രാവലർ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. ജസ്റ്റ് ട്രാവലർ മാത്രമല്ല, ആ ട്രാവൽ ചെയ്ത സ്റ്റോറീസൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു ടോണ് കേട്ടാൽ തന്നെ സന്തോഷ് ജോർജ് കുളങ്ങര എന്നുള്ള ഒരു ഫിഗർ നമ്മളെ മൈൻഡിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് നോക്കുമ്പം, ഈ ഒരു ചാപ്റ്റർ നോക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ ലെങ്തി ആയിട്ട് ഇങ്ങനെ കഥ പറയുന്നത് പോലെ കുറേ സ്ഥലങ്ങളുടെ പേര്, അവരുടെ മെഷർമെൻറ്റ്, കിലോമീറ്റർ, അത് ഇതെന്നൊക്കെ പറയുമ്പം ഇത് കുറച്ചൊരു ബോറിംഗ് ആയി തോന്നാം. ബട്ട് ആക്ച്വലി നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ഒരു വീഡിയോ ആണ് ആക്ച്വലി നിങ്ങൾക്ക് പഠിക്കാനുള്ള സിലബസിലുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണുക. ഇനി ഒരാളിങ്ങനെ സ്റ്റോറി ഇങ്ങനെ പറയുന്നതിലൂടെ അയാൾ കാണിച്ചു തരുന്നുണ്ട്, പറയുന്നുണ്ട് കുളങ്ങര. അത് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്താ അതിലുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് പോയിട്ട് ആ ഒറിജിനൽ വീഡിയോ കാണാം. അപ്പോൾ നല്ല വൃത്തിക്ക് മനസ്സിലാവും. പിന്നെ അതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറ്റുന്ന രീതിയിൽ സിമ്പിൾ ആൻഡ് ഷോർട്ട് ആക്കിയിട്ട് എന്താണ് ഈ ചാപ്റ്ററിൽ വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം പോയിട്ട് ഒറിജിനൽ വീഡിയോ കാണാം. എന്നിട്ട് നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് തുറന്ന് വായിച്ചാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഈച്ച് ആൻഡ് എവറി ലൈൻ. ഓക്കെ, അപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ സഫാരി TV, സഞ്ചാരം, ഇതൊക്കെയാണ് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളുള്ളത്. ഓക്കെ, പിന്നെ ഇനി ഈ ഒരു എപ്പിസോഡ് 517 അല്ലേ, എപ്പിസോഡ് 517, ഇതിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ ജേർണി ഫ്രം ലാസ് വിഗാസ് ടു ഗ്രാൻഡ് കാനിയോൺ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോവും ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ പറ്റിയോ ഒക്കെ ഉള്ള വീഡിയോസാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത് ലാസ് വിഗാസിൽ നിന്ന് ഗ്രാൻഡ് കാനിയോണിലേക്ക് പോകുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ജേർണിയാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ കുറേ സ്ഥലങ്ങൾ കാണുന്നുണ്ട്. ലാസ് വിഗാസിനെ പറ്റി പറയുന്നുണ്ട്, ഗ്രാൻഡ് കാനിയോണിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്ലേസസ് ഏതൊക്കെയാണ്, അതിനെപ്പറ്റി എന്തൊക്കെ പറയുന്നതെന്ന് മാത്രം ജസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ്. അദ്ദേഹത്തിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഒരു അമേരിക്കൻ ജേർണിയുടെ ഒരു ഭാഗമാണ് ഈ ലാസ് വെഗാസ്. അപ്പോൾ ലാസ് വെഗാസ് എന്ന് പറയുന്നത് അമേരിക്കയിലാണുള്ളത്. ഈ വീഡിയോൻ്റെ തമ്പനെയിലിൽ കൊടുത്തിട്ടുള്ളത് അമേരിക്കയിലെ ക്രിമിനലുകളുടെ ഗ്രാമങ്ങൾ എന്നാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമുക്ക് നോക്കാം. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഓരോ വീഡിയോസ് കാണുമ്പോഴും ആ ഒരു സ്ഥലം പിന്നെ നമ്മുടെ മൈൻഡിൽ നിൽക്കും. ഓക്കെ, അപ്പോൾ ലാസ് വെഗാസും ഗ്രാൻഡ് കാനിയനൊക്കെ നിങ്ങൾക്ക് പോയി കാണണം എന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഇത് ഞാൻ ഈ പറയുന്ന എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് നോക്കിയിട്ട് പോയിട്ട് കാണാം. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും, നല്ലോണം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ലാസ് വെഗാസിൽ നിന്നും ഗ്രാൻഡ് കാനിയനിലേക്ക് പോവുകയാണ്. അപ്പോൾ ലാസ് വെഗാസിനെ പറ്റിയും ഗ്രാൻഡ് കാനിയനെ പറ്റിയും ഒന്ന് പറയുന്നുണ്ട്. ലാസ് വെഗാസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സിറ്റി നോൺ ഫോർ ഇറ്റ്സ് വൈബ്രന്റ് നൈറ്റ് ലൈഫ് ആൻഡ് എക്സ്ട്രാവേഗന്റ് അട്രാക്ഷൻസ്. ഒരുപാട് അട്രാക്ഷൻസിൻ്റെ ഒരു വൈബ്രന്റ് നൈറ്റ് ലൈഫ്, നല്ല ക്ലബ്ബ്, അത് ഇത് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഗുഡ് സെറ്റപ്പാണ്, നല്ല നൈറ്റ് ലൈഫൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ലാസ് വെഗാസ്. ദെൻ ഗ്രാൻഡ് കാനിയനെ പറ്റി പറയുന്നുണ്ട്. വിത്ത് ഇറ്റ് സ്റ്റാഗറിംഗ് ഡയമെൻഷൻസ്, അതിൻ്റെ ഒരു പ്രത്യേകതരം ഡയമെൻഷനാണ് പറയുന്നത്. ഭയങ്കര ഡീപ്പായിട്ട് ഒരു അത്ഭുതം പോലെയാണ് അദ്ദേഹം ഗ്രാൻഡ് കാനിയനെ പറയുന്നത്. 1.5 കിലോമീറ്റർ ഡീപ്പാണ്, 30 കിലോമീറ്റർ വൈഡാണ്, 400 to 500 കിലോമീറ്റർ ലോങ് ആണ്. അപ്പോൾ ഡീപ്പ് എന്ന് പറയുമ്പം അത്രയും ഒരു വലിയ ഒരു കുഴിയൊക്കെ ഇങ്ങനെ എടുത്തതുപോലെ പ്രകൃതി തന്നെ അങ്ങനെ മനോഹരമായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഗ്രാൻഡ് കാനിയൻ. ഷേപ്ഡ് ഓവർ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ബൈ ദ കൊളറാഡോ റിവർ. ഗ്രാൻഡ് കാനിയൻ്റെ അടുത്തൂടെ പോകുന്ന റിവറാണ് കൊളറാഡോ റിവർ. അപ്പോൾ കൊളറാഡോ റിവർ അതിലൂടെ പോയി ഷേപ്പ് ചെയ്തെടുത്തതുപോലെയാണ് ദ ഗ്രാൻഡ് കാനിയൻ ഉള്ളത്. അങ്ങനെ ലാസ് വെഗാസിൽ നിന്നും ഗ്രാൻഡ് കാനിയനിലേക്ക് പോകുന്നതിനിടയിൽ ഹൂവർ ഡാമിൻ്റെ അടുത്ത് അവർക്കൊരു സ്റ്റോപ്പ് വരുന്നുണ്ട്. ഹൂവർ ഡാം ഞാൻ ഈ റെഡ് കളറിൽ അണ്ടർലൈൻ ചെയ്താണ് നിങ്ങൾ നോക്കേണ്ടത്. അതിൽ ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് അവർ പറയുന്നത്. അപ്പോൾ ഹൂവർ ഡാമൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹൂവർ ഡാമിനെ പറ്റി പറയുന്നുണ്ട്. എന്താ ഹൂവർ ഡാമിനെ പറ്റി പറയുന്നത്? ഹൂവർ ഡാം ആണ് അവിടെ ഒരുപാട് പേർക്ക് ജോലി കൊടുത്ത ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഹൂവർ ഡാം. ഹൂവർ ഡാം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ആ സിറ്റി തന്നെ ഡെവലപ്പായി എന്ന് പറയാം. കുറേ പേര് ജോലിക്ക് വന്നു. ഒരു ഡാം ഉണ്ടാക്കാൻ അത്രയും വർഷങ്ങൾക്ക് മുന്നേ എത്ര പേര് ജോലിക്ക് വരണം, എന്തൊക്കെ കാറ്റഗറി ആൾക്കാർ. അപ്പോൾ അവരൊക്കെ അവിടെ താമസാക്കി. ചിലർ തിരിച്ചവരുടെ നാട്ടിലേക്ക് പോകാത്തവരുണ്ട്. പല നാടുകളിൽ നിന്നും വന്ന് പല കൈൻഡ് ഓഫ് ജോലികൾ ചെയ്യുന്നവർ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ ഒരു സിറ്റി ഡെവലപ്പായെന്ന് വരെ അദ്ദേഹം പറയുന്നുണ്ട്. ലാസ് വെഗാസിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കണ്ടാൽ അറിയാം, ടൂറിസത്തിലും എഞ്ചിനീയറിംഗ് അച്ചീവ്മെൻറ്റിലൊക്കെ ഒരുപാട് ഗ്രോത്ത് ഉള്ളൊരു സ്ഥലമാണ് ലാസ് വെഗാസ്. ദെൻ നെക്സ്റ്റ് അവർ പറയുന്നൊരു സ്ഥലമാണ് അരിസോണ.
അരിസോണയിൽ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്, നല്ല ഒരു ലാൻഡ്സ്കേപ്പിംഗ് ആണ് പറയുന്നുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളും മാൻമെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് എന്ന് പറയുന്നുണ്ട്. അരിസോണയിൽ എത്തുമ്പോൾ അവരൊന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഒരു റെസ്റ്റ് ഏരിയ പോലെയാണ് അരിസോണ. അങ്ങനെ അവർ ഗ്രാൻഡ് കനിയനിലേക്ക് യാത്ര തുടരാണ്. പോകുന്ന വഴി അവർ കൊളറാഡോ റിവറിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു റോഡ് കാണുന്നുണ്ട്, ഒരു റിമോട്ട് റോഡാണ്. അപ്പോൾ ആ റോഡിന് അവർ പോയി നോക്കും. അതുവരെ വന്നതല്ലേ, കൊളറാഡോ റിവറിലൊന്ന് കാൽ നനച്ചിട്ടെങ്കിലും പോകാലോ എന്നുള്ള സെൻസിൽ ആ റോഡിന് കയറി കഴിഞ്ഞ് പിന്നെ അവർക്ക് ആ റോഡിന് പോകേണ്ടായിരുന്നു എന്ന് തോന്നിയിരുന്നു എന്ന് അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട്. കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ള റോഡുകളാണ്. പക്ഷെ അങ്ങനെ പോയി എത്തിയ സ്ഥലത്ത് ഒരുപാട് ടൂറിസ്റ്റുകൾ, ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ട്, ഒരു ബ്യൂട്ടിഫുൾ ഹബ്ബ് തന്നെയാണ് അത്. പല കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസും ഒക്കെ ഉള്ളത്. അപ്പോൾ അവർക്ക് പോയതൊരു മുതലായി തോന്നി. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു അവിടെ. പിന്നീട് അവർ പോകുന്നൊരു സ്മോൾ ടൗൺ ആണ് ഡോളൻ സ്പ്രിങ്സ്. അപ്പോൾ ആ ടൗണിനെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. ടൗണിലുള്ള വീടുകളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ലാസ് വെഗാസിലുള്ളത് ഒരു റിച്ച് ലൈഫാണ്, ഒരു ഗുഡ് നൈറ്റ് ലൈഫൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സിറ്റി ആണെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഈ ഡോളൻ സ്പ്രിങ്സ് എന്ന് പറയുന്ന ടൗണിൽ അവിടെ എത്തുമ്പം അവിടെ ഉള്ളതൊക്കെ മെക്സിക്കോയിൽ നിന്നും വന്ന ഇമിഗ്രൻസും പലരും ചിലപ്പം ജയിലിൽ നിന്നിറങ്ങിയവരാവാം, പ്രിസണേഴ്സ് ആവാം, റെഫ്യൂജീസ് ആവാം, അങ്ങനെയൊക്കെ ഉള്ളവരാണ്. പാവപ്പെട്ട വീടുകളൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചത് കാണാം. പിന്നെ കുറേ നമ്പേഴ്സ് ഇട്ട ബോക്സുകൾ കാണാം. അത് വീടിൻ്റെ നമ്പേഴ്സ് വെച്ചിട്ട് ഓരോ വീടിനും ഓരോ പോസ്റ്റ് ബോക്സ് പോലെ വെച്ചതാണ്. അങ്ങനെ കുറേ നമ്പേഴ്സ് ഇട്ട ബോക്സുകളൊക്കെ അവർ റോഡിൽ കാണുന്നുണ്ട്. ആ റോഡിന് ലൈൻ ചെയ്യുന്ന പോലെ സൈഡിലായിട്ട് ജോഷുവ ട്രീസ് ഉണ്ട്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ആൾക്കാരുടെ ഹാർഡ്ഷിപ്പും സ്ട്രഗിളും ഒക്കെ ആണ് ആ ജോഷുവ ട്രീസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിനൊക്കെ, ആ ഒരു ടൗണിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് അമേരിക്കയിലെ ക്രിമിനലുകളുടെ ഗ്രാമങ്ങൾ എന്നൊക്കെ തംബ്നെയിലൊക്കെ കൊടുത്തത്. അങ്ങനെ ഫൈനലി അവർ ഗ്രാൻഡ് കനിയനിലെത്തി. ഗ്രാൻഡ് കനിയനിൽ ഹുവലാപ്പായ് ട്രൈബാണ് ടൂറിസം മാനേജ് ചെയ്യുന്നത്. അവരൊരിക്കൽ മാർജിനലൈസ്ഡ് ആയിരുന്നു, മാറ്റി നിർത്തപ്പെട്ടവരായിരുന്നു. പക്ഷേ ആ ഒരു ഹുവലാപ്പായ് ട്രൈബാണ് ആ ഒരു സ്ഥലം പിന്നെ ടൂറിസത്തിൽ അത്രയും ഡെവലപ്പ് ചെയ്തെടുത്തത്. അവരുടെ ഹെറിറ്റേജും റിസോർട്ടുകളും കാസിനോസും ഒക്കെ ഉണ്ടാക്കി വിസിറ്റേഴ്സിനൊക്കെ അട്രാക്ട് ചെയ്തിട്ട്. Okay, so once marginalized, these indigenous people have embraced their heritage, creating resorts and casinos that attract visitors. Okay, അവിടുത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റീൻ്റെ ഒക്കെ ഒരു സപ്പോർട്ടും ടൂറിസത്തിന് അവർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസും ഒക്കെ ആ ഒരു വീഡിയോയിലൂടെ വ്യക്തമാവും. അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കേരളത്തിൽ അങ്ങനെ ടൂറിസ്റ്റ് ഹബ്ബുകൾ, ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന അങ്ങനത്തെ ടൂറിസ്റ്റ് ഹബ്ബുകൾ വേണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പല വീഡിയോസിലൊക്കെ ആയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഗ്രാൻഡ് കനിയനിലെ കുറേ ടൂറിസ്റ്റ് സൗകര്യങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ, റെസ്റ്റോറൻറ്റ്, എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഹെലികോപ്റ്ററിൽ ഗ്രാൻഡ് കനിയൻ കാണാം, റിവറിലൂടെ വേറെ ബോട്ടിംഗ് ചെയ്യാം, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇനി അവിടെ റെസ്റ്റ് എടുക്കുന്നവർക്കൊക്കെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. അവിടുത്തെ ട്രൈബൽ പീപ്പിൾ അവരുടെ ഓരോ കാര്യങ്ങൾ പെർഫോം ചെയ്യുന്നത്, പിന്നെ സോവനീസ് വാങ്ങാനുള്ള ഷോപ്പുകൾ, അവിടുത്തെ ട്രൈബൽ പീപ്പിൾ ഉണ്ടാക്കി വെച്ച ഒറിജിനൽ സോവനീസ് അങ്ങനെയുള്ള ഷോപ്പുകൾ, അങ്ങനെ ഒരു ആക്റ്റീവ് ടൂറിസ്റ്റ് സ്പോട്ടാണ് അതൊക്കെ. പിന്നീട് അവർ പോകുന്നത് ഹുവലാപ്പായ് റാഞ്ചിലേക്കാണ്. ഹുവലാപ്പായ് റാഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഇസ് കണക്റ്റഡ് ടു ഹുവലാപ്പായ് ട്രൈബ്. അപ്പോൾ അവിടെ ഉള്ളത് എന്താ, എ ക്യാപ്റ്റിവേറ്റിംഗ് റിക്രിയേഷൻ ഓഫ് 19th century കൗബോയ് ടൗൺ. 19th century ഒരു കൗബോയ് ടൗൺ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ രീതിയിൽ അറവശാലകളും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ള പണ്ടത്തെ ഒരു കൈൻഡ് ഓഫ് ടൗൺ. ഓക്കെ, അപ്പോൾ അവിടുത്തെ ആ ഒരു കൾച്ചർ ഈ വിസിറ്റേഴ്സിന് മനസ്സിലാവുകയാണ്. അവിടെ അവർ ജയിൽ, ടെലിഗ്രാഫ് ഓഫീസ്, ഗ്രോസറി സ്റ്റോർ, ഇതൊക്കെ പണ്ടത്തെ കൈൻഡ് ഓഫ് സ്റ്റൈലിൽ ഇങ്ങനെ കാണുകയാണ്. പിന്നീട് അവർ എത്തുന്ന ഡെസ്റ്റിനേഷനാണ് ഈഗിൾ പോയിന്റ്. ഈഗിൾ നല്ല ഹൈറ്റിലാണല്ലോ പറക്കുക. അപ്പോൾ തന്നെ ഈഗിൾ പോയിന്റ് എന്ന് പറയുന്നത് നല്ല ഹൈറ്റിലാണെന്ന് ഇമാജിൻ ചെയ്യാം. 30 kilometers വൈഡാണ്, 1.5 kilometer ഡീപ്പാണ്, വിത്ത് ദ കൊളറാഡോ റിവർ ഫ്ലോയിങ് ബിലോ. ഗ്രാൻഡ് കാനിയൻ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന അതിൻ്റെ ഒരു എഡ്ജ് പോയിന്റാന്നൊക്കെ പറയാം. ഈ ഈഗിൾ പോയിന്റ് ഒരു കൊക്ക പോലെയാണ് ഉള്ളത്, ബട്ട് ഇറ്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ ആ അറ്റത്ത് നിന്നിട്ട് ഇങ്ങനെ അവർ അത് കാണുന്നതിൻ്റെ ത്രില്ലിനെ പറ്റിയൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ട്രൈബൽ ആർട്ട്, ഡാൻസ്, അതൊക്കെ കാരണം ഏത് വിസിറ്ററിൻ്റെയും ഒരു ജേർണി ബ്യൂട്ടിഫുൾ ആവും, എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും അവർക്ക് കിട്ടുക എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് അവർ പോകുന്ന പോയിന്റാണ് ഗ്വാനോ പോയിന്റ്. അവിടെ പണ്ടൊക്കെ മൈനിങ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്ത സ്ഥലങ്ങൾ, ഒരു ഇൻഡസ്ട്രിയൽ പാസ്റ്റ് ഒക്കെയാണ് ആ ഗ്വാനോ പോയിന്റിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ ഇങ്ങനെ എൻഡ് ചെയ്യുകയാണ്. ഈ എപ്പിസോഡ് മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ബാക്കിയുള്ള വിശേഷങ്ങൾ വേറെ വീഡിയോസിൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇൻ ഷോർട്ട് വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ എല്ലാ സ്ഥലവും ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ജയിലിൽ നിന്ന് വന്നവർ, ട്രൈബൽ പീപ്പിൾ, ഇവരൊക്കെ പറ്റിയാണ് പറയുന്നത്. അത് മനസ്സിലായല്ലോ. ഈ സ്ഥലങ്ങൾ ഇതിൽ ഓർത്ത് വെക്കേണ്ടത് ലാസ് വെഗാസും ഗ്രാൻഡ് കാനിയോണും മറക്കരുത്. പിന്നീട് ഇൻ ബിറ്റ്വീൻ വരുന്ന സ്ഥലങ്ങളാണ് കൊളറാഡോ റിവർ, ഹൂവർ ഡാം, അറിസോണ, പിന്നെ ഏതാ ഡോളൻ സ്പ്രിങ്സ്, ഗ്രാൻഡ് കാനിയൻ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, അങ്ങോട്ടാണ് പോകുന്നത്. ഹുവലാപ്പായ് റഞ്ച്, ഈഗിൾ പോയിന്റ്, ഗ്വാനോ പോയിന്റ് ലാസ്റ്റ് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. ഇനി ഈ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും, ആ സ്ഥലങ്ങളൊക്കെ പോയി കാണണം തോന്നും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാംസ്. ബൈ.